ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗിപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ റാഗിപ്പുട്ട് തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1.5 പഴം എടുത്താൽ മതിയാകും. നമ്മൾ 1.5 കപ്പ് പൊടി എടുത്തതുകൊണ്ട് 1.5 പഴം അതിലേക്ക് മതിയാകും. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ കട്ട് ചെയ്ത പഴം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് സ്പൂൺ കൊണ്ട് ആദ്യം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിയിൽ നിന്നും ആദ്യം പകുതി അതിലേക്ക് ചേർത്ത് പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. 2 സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ ഒന്ന് കറക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പൊടിയും കൂടി നമുക്കിതുപോലെ ഒന്ന് പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. 2 സ്റ്റെപ്പും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ തേങ്ങയുടെയും പഴത്തിൻ്റെയും നനവ് കൊണ്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് ഒന്ന് നനച്ചെടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ തേങ്ങയുടെയും ആ പഴത്തിൻ്റെയും നനവ് മതിയാകും. പൊടിയുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം. പുട്ടുകുറ്റി നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് ഇനി ഞാനിവിടെ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ ഞാനിവിടെ കുറ്റിയിൽ മാവെല്ലാം ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാനിവിടെ വെള്ളമൊന്ന് പുട്ടുക്കലത്തിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഈ കുറ്റി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിവിടെ പുട്ട് വേകാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇനി ആവിയെല്ലാം വന്ന് അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ടാണ്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. രാവിലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.